അതിദരിദ്ര മുക്ത കേരളം ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനവും ലോകത്തിൽ തന്നെ ചൈനയിലെ ഒരു ഗ്രാമം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കേരളമാണ് ഏറ്റവും കുറവ് ദരിദ്രരായിട്ട് ആരും ഇല്ലാത്ത ആളുകൾ താമസിക്കുന്ന സ്ഥലം. കേരളം അതിദാരിദ്ര്യ വിമുക്ത സംസ്ഥാനമായി. ചൈനയിലെ ഒരു പ്രദേശത്തിന് ശേഷം ലോകത്താദ്യമായി ഇങ്ങനെ ഒരു നേട്ടം. പ്രഖ്യാപനം വന്നതിൻ്റെ തൊട്ട പിറ്റേ ദിവസം തന്നെ വയനാട് ജില്ലയിലെ ഒരു ആദിവാസി കോളനിയിൽ നിന്നുള്ള ഒരു വാർത്ത. കേരളം അതിദാരിദ്ര്യ മുക്തമെന്ന സർക്കാർ പ്രഖ്യാപനത്തിനിടയിലും വയനാട്ടിലെ ആദിവാസികളുടെ ദൈന്യത മാറ്റമില്ലാതെ തുടരുകയാണ്. വീട് വാഗ്ദാനം ചെയ്താണ് കൊമ്മഞ്ചേരി കാട്ടിനുള്ളിൽ നിന്ന് കാട്ടുനായ്ക്ക വിഭാഗത്തിലെ ആദിവാസി കുടുംബങ്ങളെ 2016 സർക്കാർ ചെതലയത്തേക്ക് എത്തിച്ചത്. 9 വർഷമായിരിക്കുന്നു. ഈ കുടുംബങ്ങൾക്ക് ഇനിയും വീട് കൊടുക്കാനായിട്ടില്ല. വീടൊന്നുമില്ല. എന്താ പറയുന്നവരൊക്കെ? എന്താന്ന് ഞങ്ങൾക്ക് അറിയില്ല, ഞങ്ങളോട് ചോദിക്കുന്നുമില്ല. അച്ഛനും കൂലിപ്പണിക്ക് പോവും, ഇടയ്ക്ക് കിട്ടുന്ന പണിക്കൊക്കെ പോവും. റേഷൻ മേടിക്കുന്നത് കിട്ടുന്നില്ലേ? അത് ഈ മാസത്തെ അരി വന്നിട്ടില്ല. ഇല്ല, ആൾക്കാരൊന്നും ആരും തരുന്നില്ല. ഇപ്പൊ പണ്ടത്തെ പോലെ ഒന്നും കൊണ്ടുവരുന്നില്ല. എന്താ ചെയ്യുന്നത്? ഇനി വൈകുന്നേരം ചേച്ചി ചിലപ്പോ കൊണ്ടുവന്നാ വെക്കും, അല്ലെങ്കിൽ അങ്ങനെ. ഇതൊരു സത്യമാണ്. വയനാട് ജില്ലയിൽ 100 കണക്കിന് ആദിവാസി കോളനികൾ ഉണ്ട് എങ്കിലും പോഷകാഹാരക്കുറവ് മൂലം അരിവാൾ രോഗമൊക്കെ വന്നിട്ട് മരണപ്പെട്ടിട്ടുള്ള ഒരുപാട് ആളുകൾ വയനാട് ജില്ലയിലുണ്ട്. അതിദരിദ്ര കുടുംബങ്ങളെ നിർണയിച്ചത് എങ്ങനെയാണ്? സർവേയും അതിൻ്റെ പഠന റിപ്പോർട്ടും ഉണ്ടെങ്കിൽ അത് പബ്ലിഷ് ചെയ്യണം. ഏറ്റവും താഴെക്കിടയിലുള്ളവർക്ക് മഞ്ഞ കാർഡ്, റേഷൻ കാർഡ് കൊടുക്കുന്നുണ്ട്. അവരെയാണ് സംസ്ഥാനവും കേന്ദ്ര ഗവൺമെന്റും മോസ്റ്റ് പുവർ ആയിട്ട് കണക്കാക്കിയിട്ടുള്ളത്. 5.92 ലക്ഷം കുടുംബങ്ങൾ ഈ വിഭാഗത്തിലുണ്ടെന്ന് 2024 സാമ്പത്തിക അവലോകന റിപ്പോർട്ട് പറയുന്നു. സബ്സിഡി ഭക്ഷ്യധാന്യങ്ങളും മറ്റും കേന്ദ്ര ഗവൺമെന്റിന് എങ്ങനെ കിട്ടും? നിങ്ങൾക്കിപ്പോൾ അതിദാരിദ്ര്യമില്ല, അപ്പോൾ ഈ അന്ത്യോദയ അന്ന യോജന പ്രസക്തമല്ല. 5,80,000 കൂടുതൽ ആളുകൾ BPL റേഷൻ കാർഡ്, അതായത് മഞ്ഞ കാർഡ് ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ആളുകൾ. ഈ ആളുകൾക്ക് കിട്ടേണ്ട സഹായം സബ്സിഡി ആയിട്ട് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ആളുകൾക്ക് കിട്ടേണ്ട ആനുകൂല്യം ഇനി കിട്ടാൻ സാധ്യതയില്ല എന്നുള്ളതാണ് ഇതിൻ്റെ സാരം. കാരണം കേരളത്തിൽ ദരിദ്രരായിട്ട് മര്യാദക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയാത്തവരായിട്ട് അല്ലെങ്കിൽ കിടന്നുറങ്ങാൻ സ്വന്തമായിട്ട് വീടില്ലാത്തവരായിട്ട് കേരളത്തിൽ ഇനി ആരും ഇല്ല എന്നുള്ളതാണ്. ഇത് പ്രഖ്യാപനം നടത്തുന്നത് നവംബർ 1, 2025 മുതലാണ്. ആ സമയത്തിൻ്റെ ശേഷം കേരളത്തിൽ ഇതേപോലെ ഒരാളും ജീവിച്ചിരിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ ഈ പ്രഖ്യാപനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. നമുക്കൊക്കെ അഭിമാനിക്കാം, നമ്മളെ നാട് ദരിദ്രരായിട്ട് ആരുമില്ല, എല്ലാ ആളുകളും സമാധാനത്തിൽ സ്വസ്ഥമായിട്ട് സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങാൻ കഴിയുന്നവരും 3 നേരം ഭക്ഷണം കഴിക്കാൻ കഴിയുന്നവരുമായിട്ടുള്ള ആളുകളാണ് എന്നുള്ളത്.